ഓം ശാന്തി. 26/4/2024. ഇന്നത്തെ മുരളിയുടെ മെയിൻ പോയിന്റ്സ്. മധുരമായ കുട്ടികളെ, ശരീര നിർവഹണാർത്ഥം കർമ്മം ചെയ്തുകൊണ്ടും പരിധിയില്ലാത്ത ഉന്നതി ചെയ്യൂ. എത്ര നല്ല രീതിയിൽ പരിധിയില്ലാത്ത പഠിത്തം പഠിക്കുന്നുവോ അത്രയും ഉന്നതി ഉണ്ടാകും. ലോകത്തിൽ സ്കൂളുകളിൽ, കോളേജിൽ, യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിക്കുമ്പോൾ നമ്മൾക്ക് അറിയാവുന്ന ഒരു ലക്ഷ്യമാണ് നാം വയ്ക്കുന്നത്. നമ്മൾക്ക് അവിടെ എങ്ങനെ എത്തിച്ചേരണം, എത്ര പരിശ്രമിക്കണം, എത്ര നാൾ പരിശ്രമിക്കണം എന്നതെല്ലാം അറിവുണ്ടായിരിക്കും. എന്നാൽ ഇവിടെ പരിധിയില്ലാത്ത ബാബ പരിധിയില്ലാത്ത പഠിത്തം പഠിപ്പിക്കുകയാണ്. ഇതിന്റെ ലക്ഷ്യം ഏറ്റവും ഉയർന്നത് തന്നെയാണ്. മുഴുവൻ കൽപ്പത്തിൽ വെച്ചും ഏറ്റവും ഉയർന്ന ലക്ഷ്യമാണ്. ഈ ഒരു ലക്ഷ്യം നമ്മൾക്ക് തരുന്നത് നമ്മുടെ ബാബയാണ്. ബാബ തന്നെയാണ് ഈ ലക്ഷ്യം നമ്മൾ കുട്ടികൾക്കുണ്ടെങ്കിൽ ആ ലക്ഷ്യത്തിൽ എത്തിക്കും എന്ന വാക്ക് തന്നിരിക്കുന്നത്. ആ വാക്ക് പാലിക്കുന്നത് പഠിപ്പിലൂടെയാണ്. ദിവസവും വന്ന് നമ്മളെ പഠിപ്പിക്കുന്നതിലൂടെ നമ്മൾ ഉന്നതിയിലേക്ക് പോകുന്നു. അതിനാൽ ബാബ പറയുന്നു, തീർച്ചയായും നമ്മുടെ ശരീരത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള കർമ്മം ചെയ്യണം. എന്ത് ഉത്തരവാദിത്വമുണ്ടോ അത് പരിപാലിക്കണം. എന്നാൽ ഇതെല്ലാം ചെയ്തുകൊണ്ടും പരിധിയില്ലാത്ത പഠിത്തത്തിൽ ശ്രദ്ധ കൊടുക്കണം. ഇതിലൂടെ പരിധിയില്ലാത്ത ഉന്നതി ഉണ്ടാകുകയും ചെയ്യും. പരിധിയില്ലാത്ത ഉന്നതി എന്നാൽ ഈ ഒരൊറ്റ ജന്മത്തേക്ക് മാത്രമുള്ള ഉന്നതിയല്ല, ഇനി വരാൻ പോകുന്ന അനേകം ജന്മങ്ങളിലേക്കുള്ള ഉന്നതിയാണ്. ചോദ്യം: നിങ്ങൾ കുട്ടികൾ പഠിക്കുന്ന ഈ പരിധിയില്ലാത്ത പഠിത്തത്തിൽ ഏറ്റവും ഉയർന്ന ഡിഫിക്കൽട്ടായ വിഷയം ഏതാണ്? ഉത്തരം: ഈ പഠിത്തത്തിൽ ഏറ്റവും ഉയർന്ന വിഷയമാണ് സാഹോദര്യത്തിൻ്റെ ദൃഷ്ടി ഉറപ്പിക്കുക എന്നത്. ബാബ ജ്ഞാനത്തിൻ്റെ മൂന്നാമത്തെ നേത്രം തന്നിട്ടുണ്ട്. ആ നേത്രത്തിലൂടെ ആത്മാ സഹോദരനെ നോക്കണം. അല്പം പോലും കണ്ണുകൾ ചതിക്കരുത്. ഒരു ദേഹധാരിയുടെയും പേരിലും രൂപത്തിലും ബുദ്ധി പോകരുത്. ബുദ്ധിയിൽ അല്പം പോലും വികാരിയായ മോശമായ സങ്കല്പം വരരുത്. ഇതുതന്നെയാണ് പരിശ്രമം. ഈ വിഷയത്തിൽ പാസ്സാകുന്നവരാണ് വിശ്വത്തിൻ്റെ അധികാരി ആയിത്തീരുന്നത്. ബാബ പഠിപ്പിക്കുന്ന ഈ പഠിത്തം വളരെ ഉയർന്ന ഒരു ലക്ഷ്യത്തിൽ എത്തുന്നതിനുള്ളതാണ്. ഈ ഉയർന്ന ലക്ഷ്യത്തിൽ എത്തുന്നതിനുള്ള പഠിത്തത്തിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം ഏതാണ്? ബാബ പറയുന്നു, ഏറ്റവും ബുദ്ധിമുട്ടുള്ളതാണ് സാഹോദര്യത്തിൻ്റെ ദൃഷ്ടി ഉറപ്പിക്കുക എന്നത്. അതായത്, ഞാൻ ആത്മാവ് സഹോദരനാണ്, മറ്റേ ആത്മാവും സഹോദരനാണ്. ഈ ഒരു ദൃഷ്ടിയിലൂടെ നോക്കുക. ശരീരം കാണപ്പെടുകയേ അരുത്. അത് സഹോദരനാണ്, സഹോദരിയാണ് എന്ന വ്യതിയാനം പോലും ഉണ്ടാകരുത്. ഇതിനായി ബാബ നമ്മൾ കുട്ടികൾക്ക് മൂന്നാമത്തെ നേത്രം തന്നിട്ടുണ്ട്. ഈ മൂന്നാമത്തെ നേത്രം, അതായത് ജ്ഞാനമാകുന്ന നേത്രം ഉപയോഗിച്ചു മാത്രമേ ആത്മാവ് സഹോദരനാണ് എന്നത് ഉറപ്പിക്കാൻ സാധിക്കുള്ളൂ. അല്പം പോലും ഈ കണ്ണുകൾ നമ്മെ ചതിക്കരുത്. എന്നാൽ കണ്ണുകളാണ് ഏറ്റവും അധികം ചതിക്കുന്നതും ഏറ്റവും സൂക്ഷ്മമായി ചതിക്കുന്നതും. ഒരു ദേഹധാരിയുടെയും പേരിലോ രൂപത്തിലോ നമ്മുടെ ബുദ്ധി പെട്ടുപോകരുത്. ബുദ്ധി അല്പമെങ്കിലും ഈ കാര്യങ്ങളിൽ പെട്ടുപോവുകയാണെങ്കിൽ പതുക്കെ പതുക്കെ വികാരിയായ മോശമായ സങ്കല്പങ്ങൾ വരാൻ തുടങ്ങും. അതിനാൽ ബുദ്ധിയെ സംരക്ഷിച്ച് സൂക്ഷിച്ച് വയ്ക്കണം. ഇതിനെ തന്നെയാണ് പരിശ്രമം എന്ന് പറയുന്നത്. എന്നാൽ ആരാണോ ഈ പരിശ്രമം ചെയ്ത് ഇതിൽ വിജയിക്കുന്നത്, അവരെ തന്നെയാണ് വിശ്വത്തിൻ്റെ അധികാരി എന്ന് പറയുന്നത്. അതായത് വളരെ ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റ് തന്നെയാണ്.
തീർച്ചയായും പഠിക്കുന്നതിന് പരിശ്രമമുണ്ട്. എന്നാൽ പരിശ്രമം ചെയ്തുകൊണ്ടിരിക്കണം, നിർത്തിക്കളയരുത്. എന്നെക്കൊണ്ട് സാധിക്കുന്നില്ല, ഇത്രയും പ്രാവശ്യം ചെയ്തു എന്നിട്ടും ഒന്നും ഉണ്ടായില്ല എന്ന് വിചാരിച്ച് നിർത്തിക്കളയരുത്. പോകുന്ന വഴിയെ വീഴുക എന്നത് സ്വാഭാവികമാകാം. എന്നാൽ എഴുന്നേൽക്കാതിരിക്കുക എന്നതാണ് തെറ്റ്. അതുപോലെ ഈ പഠിത്തത്തിലും തീർച്ചയായും ബുദ്ധിമുട്ട് അനുഭവപ്പെടും. എന്നാൽ പരിശ്രമിക്കാതിരിക്കുക എന്നതാണ് തോൽവി. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. മനസ്സാ വാചാ കർമ്മണ പാവനമാകണം. ബുദ്ധിയിൽ വികാരി സങ്കല്പങ്ങൾ വരരുത്. ഇതിനായി ആത്മാവ് സഹോദരങ്ങളാണ് ഈ അഭ്യാസം ചെയ്യണം. ആരുടെയും നാമരൂപത്തിൽ പെടരുത്. 2. ഏതുപോലെ ബാബ വിശ്വസ്തനാണ്, കുട്ടികളെ നന്നാക്കി ഒപ്പം കൊണ്ടുപോകുന്നു, ഇതുപോലെ വിശ്വസ്തരായിരിക്കണം. ഒരിക്കലും വിട്ടുപോവുകയോ ഡൈവേഴ്സ് കൊടുക്കുകയോ ചെയ്യരുത്. ആദ്യത്തെ പോയിന്റിൽ ബാബ പറയുന്നു, നമ്മൾ സഹോദരാത്മാക്കളാണ്. ഈ ഒരു അഭ്യാസം ചെയ്യണം. കാരണം നമ്മൾക്ക് മനസ്സാ വാചാ കർമ്മണ പവിത്രമാകണം. അതിനായി ബുദ്ധിയിൽ വികാരി സങ്കല്പങ്ങൾ ഒന്നും തന്നെ വരരുത്. ആരുടെയും നാമരൂപത്തിൽ പെടുകയും അരുത്. ഇതിനായി ഞാൻ ആത്മാവ് സഹോദരാത്മാവാണ് എന്നത് പരിശീലിക്കുക തന്നെ വേണം. രണ്ടാമത്തെ പോയിന്റിൽ ബാബ പറയുന്നു, ബാബ വളരെ വിശ്വസ്തയോടെ നമ്മൾ കുട്ടികളെ പഠിപ്പിച്ച് മികച്ചവരാക്കി നന്നാക്കിയെടുത്ത് ഒപ്പം കൊണ്ടുപോവുകയാണ്. ബാബ എത്ര വിശ്വസ്തതയാണോ തൻ്റെ കാര്യത്തിൽ കാട്ടുന്നത്, അത്രയും വിശ്വസ്തത നമ്മൾക്കും ഉണ്ടായിരിക്കണം. ബാബ നമ്മളെ ശുദ്ധമാക്കുകയാണ്. ഈ ശുദ്ധമാക്കുന്ന കാര്യത്തിൽ നമ്മളും വിശ്വസ്തയോടെ നിൽക്കണം. ഒരിക്കലും ഒരു കാര്യത്തിലും പിണങ്ങി ബാബയെ വിട്ടുപോകുകയോ ബാബയിൽ നിന്ന് വിട ചൊല്ലുകയോ ചെയ്യരുത്. വരദാനം: സദാ ഭാരരഹിതരായി ബാബയുടെ നയനങ്ങളിൽ ലയിച്ചിരിക്കുന്ന സഹജയോഗിയായി ഭവിക്കട്ടെ. സംഗമയുഗത്തിൽ സന്തോഷത്തിൻ്റെ ഖനി ലഭിച്ചിരിക്കുകയാണ്. അത് മറ്റൊരു യുഗത്തിലും ലഭിക്കാൻ സാധിക്കില്ല. ഈ സമയത്ത് ബാബയുടെയും കുട്ടികളുടെയും കൂടിക്കാഴ്ചയാണ്. സമ്പത്തുണ്ട്, വരദാനവുമുണ്ട്. സമ്പത്ത് അല്ലെങ്കിൽ വരദാനം രണ്ടിലും പരിശ്രമം ആവശ്യമില്ല. ഇതിനാൽ നിങ്ങളുടെ ടൈറ്റിൽ തന്നെയാണ് സഹജയോഗി എന്നത്. ബാബ്ദാദയ്ക്ക് കുട്ടികളുടെ പരിശ്രമം കണ്ട് ഇഷ്ടപ്പെടുന്നില്ല. പറയുന്നു, കുട്ടികളെ, നിങ്ങളുടെ എല്ലാ ഭാരവും ബാബയ്ക്ക് നൽകി സ്വയം ഭാരരഹിതരാകൂ. ഇത്രയും ഭാരരഹിതരാകൂ. ബാബ നിങ്ങളെ കണ്ണുകളിലിരുത്തി ഒപ്പം കൊണ്ടുപോകും. ബാബയുടെ സ്നേഹത്തിൻ്റെ അടയാളമാണ് സദാ ഭാരരഹിതരായി ബാബയുടെ കണ്ണുകളിൽ അലിഞ്ഞിരിക്കുക എന്നത്. ബാബയ്ക്കൊരിക്കലും കുട്ടികൾ പരിശ്രമിക്കുന്നത് കാണുന്നത് സഹിക്കില്ല. ബാബ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, എന്ത് ഭാരമുണ്ടെങ്കിലും അത് ബാബയ്ക്ക് നൽകി സ്വയം ഭാരരഹിതരാകണം എന്ന്. ഇതിനായി ബാബ സ്വയം സമ്പത്തും തരുന്നു, വരദാനവും തരുന്നു. എത്രത്തോളം ഇവ രണ്ടും കാര്യത്തിൽ ഉപയോഗിക്കുന്നുവോ അത്രയും നാം സഹജയോഗി ആയിരിക്കും. ഇപ്രകാരം സ്വയം ഭാരരഹിതരായി ഇരിക്കുകയാണെങ്കിൽ ബാബ കണ്ണുകളിലിരുത്തി ഒപ്പം കൊണ്ടുപോകും. അതിനാൽ എല്ലാ ഭാരവും ബാബയ്ക്ക് നൽകി സ്വയം ഭാരരഹിതരായി സഹജയോഗി ആകണം. സ്ലോഗൻ: നെഗറ്റീവ് ചിന്തിക്കുന്ന വഴി അടയ്ക്കൂ, എങ്കിൽ സഫലത സ്വരൂപരായി തീരും. നെഗറ്റീവ് ചിന്തിക്കുക എന്നത് ഒരു തെറ്റായ വഴിയാണ്. ആ തെറ്റായ വഴി എടുക്കുകയാണെങ്കിൽ നമ്മൾ ഒരിടത്തും എത്തില്ല. എന്നാൽ ആ വഴി അടച്ച് നേരായ വഴിയിലൂടെ
അതായത് പോസിറ്റീവ് മാത്രം ചിന്തിക്കുകയാണെങ്കിൽ സഫലതാ സ്വരൂപരായി തീരും. ഓം ശാന്തി.